വെൽക്കം ടു ലിജി സ്റ്റേറ്റ്സ് ബഡ്സ് അമേരിക്കൻ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കാറ്റ്ലിംഗ്ബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 4 മണിക്കൂർ ട്രാവൽ ഉണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇത് ഫ്രൈഡേ ഈവനിങ് ആണ്. അപ്പോൾ ഫ്രൈഡേയും അതുപോലെ സാറ്റർഡേയും സൺഡേയും നിന്നിട്ട് മൺഡേ രാവിലെ വരാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ കാറ്റ്ലിംഗ്ബർഗിൽ സ്നോ പെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. വലിയൊരു കൗവിനെ കാണുന്നില്ലേ? വേറുണ്ടോ നോക്കണം. വേറുണ്ടോ നോക്കണം. വണ്ടി ലോക്ക് ചെയ്തോ? കുറച്ച് നേരം എടുത്താൽ അടച്ചിട്ട് ഇതിൽ ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാരാണോ? അത് ഇങ്ങനെ എടുക്കണം. ഓർണമെന്റ്സ് അല്ല, ഈ ഇതിൽ ക്യാമറയിൽ എടുത്തിട്ട് ഈ ക്യാബിൽ വന്ന് താമസിച്ചൊരു ഫോട്ടോസാണ്. ഓക്കെ, ഞാൻ ഇതൊന്ന് എടുത്തിട്ട്, കാരണം അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റില്ല. ഇപ്പം എത്തിയതേ ഉള്ളൂ. സമയം 9:30. അപ്പോൾ നമ്മൾ ക്യാബിനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലിയും കൂടെ വരാനുണ്ട്. അപ്പോൾ നമ്മൾ ഈവനിങ് ഇപ്പോൾ 9:30 ആയപ്പോൾ എത്തി. അപ്പോൾ ഇവിടുത്തെ സെറ്റപ്പ് ഇതാണ്. ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് ഉണ്ട്. അവിടെ തന്നെ നമുക്ക് ഡിഷ് വാഷറും ഗ്രില്ല് ചെയ്യാനുള്ള ഏരിയയും അതുപോലെ മൈക്രോവേവും അത്യാവശ്യം എല്ലാ തരം പാത്രങ്ങളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കുക്ക് ചെയ്യാനുള്ള. ഞങ്ങൾ കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ഷെയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കുക്ക് ചെയ്യാനായിട്ട്. ഈവനിങ് ഒക്കെ അധികം പുറത്തുനിന്നൊന്നും കഴിക്കുന്നില്ല. നമ്മൾ പുറത്ത് പോകുന്ന സമയത്താണ് കഴിക്കുന്നത്. ഇവിടെ വാഷിംഗ് മെഷീൻ്റെ ബോർഡുണ്ട് കേട്ടോ, 2 ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ നല്ലതായിട്ടാണ് ചെയ്തേക്കണേ. അത്യാവശ്യം എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് കോഫി ഉണ്ടോ, കോഫി ഫിൽറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ ചെന്ന് പോയില്ലേ, അവിടെ കോഫി ഫിൽറ്റർ ഒന്നും ഇല്ലായിരുന്നു. കോഫിയൊക്കെ ഓർമ്മയുണ്ടായിരുന്നു. ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല റേറ്റാണ് ക്യാബിനൊക്കെ. അപ്പോൾ ഫ്രൈഡേ ഇപ്പം മക്കൾക്ക് ഡിജിറ്റൽ ലേണിംഗ് ആയിരുന്നു. പിന്നെ സാറ്റർഡേ സൺഡേ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്താണ് വന്നത്.
അപ്പോൾ ഇതാണ് ഇവിടുത്തെ താഴത്തെ ബെഡ്റൂം. ആ ബെഡ്റൂമിന് അറ്റാച്ച് ചെയ്ത വാഷ്റൂമാണിത്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള വാഷ്റൂമാണ്. ടവൽസൊക്കെ ആവശ്യത്തിനധികം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത് ഒരു ബെയർ തീമിലാണ്. ഈ എയർബിഎൻബിയുടെ ആൾക്കാരെ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു ഇവിടെ ബെയർ ഇറങ്ങുന്നതാണ്, അതുകൊണ്ട് ഡോറൊക്കെ എപ്പോഴും ക്ലോസ് ചെയ്ത് വെക്കണം, അതുപോലെ കാറൊക്കെ എപ്പോഴും ലോക്ക് ചെയ്ത് വെക്കണമെന്ന്. അപ്പോൾ നമ്മളതൊക്കെ മാക്സിമം ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇന്ന് നല്ല തണുപ്പുണ്ട്. ഇവിടെ കുറച്ച് സ്നോ ഒക്കെ ഉണ്ട് നമ്മുടെ ഏരിയ. ഇനി വരുന്ന ദിവസങ്ങളിൽ സ്നോ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം സ്നോ വരുന്നുണ്ടോ എന്ന്. അപ്പോൾ അങ്ങനെയാണ്. ഈ താഴെ മുകളിൽ ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട്. അതുപോലെ അതിൻ്റെ കൂടെ ഗെയിം സ്റ്റേഷനും ഉണ്ട്. എല്ലാ തരം സൗകര്യങ്ങളുള്ള രീതിയിലാണ് ഈ എയർബിഎൻബി സെറ്റ് ചെയ്തത്. അശു അശു ഇവിടെ ഇപ്പൊ കിടക്കുന്നത് ഇത് ബിഗ് ടി വി ഉണ്ടല്ലോ അവിടെ. തിരിച്ചിടാ, അത് തിരിച്ചു കാണുന്നു. ഞാനും വരാം. I'm white. Okay, let's start the game. ഓ ഏട്ടന് പില്ല വയ്ക്കുന്ന വീഡിയോ എടുക്കാനാണ്. കണ്ണ ഇവിടെ നോക്കി അശു. ഇങ്ങനത്തെ അശു കണ്ണേ Bye bye. ബൈ ബൈ. ചേച്ചി ഇപ്പഴാ വരയ്ക്കാൻ കഴിയും.
നമ്മുടെ ഓൾഡ് ഫ്രണ്ട് ആ ക്യാമ്പിൽ കുറച്ച് ഗെയിമല്ലേ ഉള്ളൂ. എടാ സ്നോ ഉണ്ടോടാ? നല്ല വ്യൂ അല്ലേ മീനു? നോക്ക് മീനു, നല്ല വ്യൂ അല്ലേ? നോക്ക് മൊബൈൽ നോക്കി അല്ലേ? അത് ഗ്രേ അല്ലടാ. നല്ല രസമുണ്ടല്ലേ വീട്? നല്ല രസമുണ്ട്. ഇങ്ങനെയൊക്കെ വന്ന് താമസിക്കാൻ മാത്രം നല്ലതാണ് അല്ലേ? പൊളിക്കണം താല്പര്യമുണ്ടോ? ഇന്ന് തന്നെ തെറിപ്പിക്കണം. നാട്ടിൽ സിമെട്രി അവരിങ്ങനെ ആക്കണം അല്ലേ? കറക്റ്റ് നാട്ടിൻപുറ ഫീൽ ഉണ്ടല്ലേ? സ്റ്റാച്ചു ആണ്. അല്ല അപ്പോൾ ഗാറ്റ്ലിൻബർഗിൽ എവിടെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതെന്ന് നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ഓബർ മൗണ്ടൻ എന്ന് പറഞ്ഞ ഒരു ഏരിയനെ കുറിച്ച് അറിഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ബസ്സിലാണ് നമ്മൾ ഈ സ്ഥലത്തെത്തി. അപ്പോൾ അത്യാവശ്യം ജാക്കറ്റും ചെറിയൊരു ബാഗും ഹാൻഡ് ബാഗൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. ഗ്ലൗസൊക്കെ വേണ്ടി വരും കാരണം ഇവിടെ സ്നോയുടെ സെറ്റപ്പാണ് നിറയെ ഉള്ളത്. പണ്ട് ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ സ്നോ ഉണ്ടായിരുന്നു. ഇപ്പം താമസിക്കുന്ന അറ്റ്ലാന്റയിൽ സ്നോ ഒരു ദിവസം ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ ലിങ്ക് കൊടുത്തേക്ക്, അത് കാണാൻ എല്ലാവരും. അപ്പോൾ ഇവിടെ നന്നായിട്ട് സ്നോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇതിൽ ആർട്ടിഫിഷ്യൽ സ്നോയും ഉണ്ട്. അതായത് അവരത് മേക്ക് ചെയ്യുന്നൊരു രീതിയെ കുറിച്ച് നമ്മളവിടെ ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞിരുന്നവർ. അപ്പോൾ ഇവിടെ സ്കേറ്റിങ്ങും അതുപോലെ തന്നെ സ്ലൈഡിങ്ങും അതുപോലെ ട്യൂബിങ് ഒക്കെ ഉണ്ട് സ്നോയിൽ. പിള്ളേർ കുറച്ച് നേരം കളിച്ചു. Going higher. മിന്നു നോക്ക്, മിന്നു 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 നോക്കടി. ഹർഷു അച്ഛനെ ഇത് പേടിക്കുന്നൊന്നുമില്ലല്ലേ? ഞാൻ ആദ്യം വെച്ച് വാങ്ങി. മിന്നു നോക്കിക്കോ മിന്നു. അങ്ങനെ ഈ കയ്യിൽ നിന്ന് ഗ്ലൗസ് ഊരി. എന്തിനാന്ന് പറഞ്ഞ ഇത് കുറച്ച് ഹൈലേക്കല്ലേ ഇപ്പൊ പോണേ. ഓ ഇതൊക്കെ ഫ്രോസൺ ആയി കിടക്കുന്നുണ്ടോ? ആ ഫിലിമിൽ ഇങ്ങനെയാ അവര് കിടന്നത്. നോക്ക്. അത് അനങ്ങാതിരിക്കുമല്ലായിരുന്നോ? എന്നിട്ട് താഴെ വൂൾഫ് വെയിറ്റ് ചെയ്യുന്നില്ലേ അവർക്ക്? ഇത് നോക്കി എങ്ങനെയാ ചെയ്യണം? കോൾഡ് അല്ലേ ഇപ്പൊ കുറച്ച്?
ideas on what that would look like. Then she said maybe in the future I would be good. At the very top, your photo will be taken. Be sure to smile, wave, pose, or kiss. തണുക്കുന്നുണ്ടോ? ഇല്ല, ഈ ജാക്കറ്റ് മതിയായിരുന്നോ? കുഴപ്പമൊന്നുമില്ല. അങ്ങോട്ട് നോക്കരുത് കേട്ടോ, ചാരി ഇരുന്ന് കാണാൻ പറ്റുന്ന വ്യൂ അല്ലേ. കാറ്റുണ്ട്, അതുകൊണ്ടാണ്. കാറ്റില്ലേ, കാറ്റുള്ളതുകൊണ്ടാണ്. Oh, it's fun. ഇല്ലേടാ, കാറ്റില്ലേ. Yeah. നമ്മൾ ആദ്യത്തെ ആക്ടിവിറ്റി കഴിഞ്ഞ് വന്നപ്പോഴേക്കും പിള്ളേർക്കൊക്കെ ഭയങ്കര വിശപ്പായി, ഞങ്ങൾക്ക് നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പിസ്സയൊക്കെ വാങ്ങിച്ച് അതെല്ലാം കഴിച്ച് കുറച്ച് റിലാക്സ് ചെയ്ത്. കാരണം ഉള്ളിലിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് തണുപ്പ് ഇത്തിരി കുറയുന്നത്. പുറത്ത് നല്ല തണുപ്പാണ്. അത്യാവശ്യം ജാക്കറ്റും നമ്മൾ എയർ കാർഗോ പോലത്തെ അതിൽ പോയതിൽ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നല്ല തണുപ്പ് ഫീൽ ചെയ്തായിരുന്നേ. കാരണം എല്ലാവരും ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് നമുക്ക് തണുപ്പ് അത്രയ്ക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ അത് കഴിഞ്ഞ് പിള്ളേർക്ക് ഇതുപോലെ ഉള്ള ഈ റോക്ക് ക്ലൈമ്പിങ് ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് അവരെല്ലാവരും അത് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനും അപർണയും പോയില്ല. ഞങ്ങൾ രണ്ടുപേരും അവിടെ കുട്ടികളെ വെയിറ്റ് ചെയ്യായിരുന്നു. പിള്ളേരും അതുപോലെ തന്നെ ഹസ്ബൻഡും പിന്നെ ഹസ്ബൻഡ് ഫ്രണ്ടും അവരൊക്കെ പോയായിരുന്നു. ഞങ്ങൾ മാത്രം ഇവരൊക്കെ വാച്ച് ചെയ്ത് ഇവരുടെ വീഡിയോ ഒക്കെ എടുത്ത് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാൻ. അപ്പോൾ ഇന്നൊരു മഴ ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു വർത്തായിരിക്കും. അപ്പോൾ നമ്മളിതൊരു ഇതിലൊരു 5 തിങ്സ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. അത് അങ്ങനെ വരുന്നൊരു പാക്കേജാണ്. ഒന്ന് ആ എയർ കാർഗോ പോലത്തെ അതിൽ പോകുന്നത്, പിന്നെ ഒന്ന് ഈ റോക്ക് ക്ലൈമ്പിങ്, പിന്നെ വേറെ 2-3 ആക്ടിവിറ്റിയും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഉൾപ്പെട്ട ഒരു പാക്കേജ് പോലെയാണത്. റോക്ക് ക്ലൈമ്പിങ്ങിലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു റൈഡിൽ കയറാനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇതിന് നമ്മൾ ഏകദേശം നല്ല ക്യൂ ഉണ്ടായിരുന്നു. 1.5 മണിക്കൂറോളം നമ്മൾ ക്യൂ നിന്നപ്പോഴേക്കും മഴ പെയ്തു. മഴ ചാറി തുടങ്ങിയാൽ പിന്നെ ഇത് ക്ലോസ് ചെയ്യും, അതുകൊണ്ട് പിന്നെ നമുക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഇൻഡോർ ഐസ് സ്കേറ്റിങ്ങിൻ്റെ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതും ആ പാക്കേജിൽ പെട്ടതായിരുന്നു, പക്ഷെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റി. ഇതിപ്പോൾ ഞാൻ ഐസ് സ്കേറ്റിങ്ങിന് വന്നേക്കുവാണ്. ആ ഐസ് സ്കേറ്റിങ്ങിൻ്റെ ഷൂ ഒക്കെ ഇട്ട് നിൽക്കുകയാണ്. എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ താഴെ പോകും. ഞാൻ 2 പ്രാവശ്യം വീണു ഓൾറെഡി. എന്നാലും ഞാൻ ഈ സൈഡിലുള്ള കമ്പിയിൽ പിടിച്ചൊക്കെ പോവുക.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പാക്കേജ് എടുത്തിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതിലുണ്ടായിരുന്ന ആദ്യത്തെ ആയിരുന്നു സീനിക് ചെയർ ലിഫ്റ്റ്. നമ്മൾ ആ ഒരു ചെയറിലിരുന്ന് പോയത്, അത് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഐസ് സ്കേറ്റിങ് പോയിരുന്നു. അതുകൂടാതെ നമുക്ക് ഒരെണ്ണം മിസ്സായി മഴ കാരണം. അതിന് ഇവർ ടെന്നസി ഫ്ലയർ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിലുള്ള മറ്റൊരെണ്ണമാണ് ഏരിയൽ ട്രാംവേ. പിന്നെ ഇതിൽ വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞ് വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, വൈൽഡ് ലൈഫിന് ഉള്ള ജീവികളെയൊക്കെ കാണാൻ പറ്റുന്നത്. പക്ഷേ അതിൽ നമുക്ക് പോകാൻ പറ്റിയില്ല, അപ്പോഴേക്കും ഇരുട്ടായി. പിന്നെ ചാറ്റൽ മഴയും കൂടെ ഉള്ളതുകൊണ്ട് ആ സമയത്ത് പുറത്തുള്ള ആക്ടിവിറ്റിയൊക്കെ ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വെതറാണ്. ഭയങ്കര മഴയൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ട്രാമിൽ കയറി. അത്യാവശ്യം നല്ലോണം ആൾക്കാരെ കൊള്ളും ട്രാം. ഇത് പോകുന്നത് ഇവിടുത്തെ ഡൗൺ ടൗണിലേക്കാണ്. അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്തിട്ട് എനിക്കൊന്ന് 9 o'clock തോന്നുന്നു ലാസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോഴേക്കും നമുക്ക് അവിടെ നിന്ന് കയറി വരാം. പിന്നെ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് വെക്കുന്നവർക്ക് അങ്ങനെ തന്നെ പോകാം. നമ്മൾ ഇവിടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നാണ് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് നമുക്ക് തിരിച്ചു വന്നേ പറ്റുള്ളൂ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫാമിലി ഓൾറെഡി പോയായിരുന്നു, കാരണം നമ്മൾ ഒരെണ്ണം മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ടെന്നസി ഫ്ലയർ എന്ന് പറഞ്ഞ്. ആ സമയത്ത് അവർ ട്രാമിലൊക്കെ പോയിട്ട് തിരിച്ച് ക്യാബിനിലേക്ക് പോയി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ ഡൗൺ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടുത്തെ കാണാം. അപ്പോൾ നമ്മൾ ഈ ട്രിപ്പ് പോകുന്നതിൻ്റെ നെക്സ്റ്റ് വീക്ക് അർഷുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫാമിലി അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കേക്ക് വാങ്ങിക്കണമെന്ന്. അപ്പോൾ അർഷുവിന് കട്ട് ചെയ്യാമല്ലോ, അർഷുവിൻ്റെ ബർത്ത്ഡേ ആണ്. അർഷു അറിയില്ല നമ്മൾ കേക്ക് വാങ്ങിക്കുന്നുണ്ടെന്ന്. ഈ ട്രാമിൽ നിൽക്കുമ്പോഴാണ് അവർ കേക്കിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ട് ഇത് മതിയോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അർഷു അറിഞ്ഞിട്ടില്ല അതൊന്നും. അപ്പോൾ മിന്നു ആണ് കേക്ക് സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ക്യാബിനിൽ ചെന്നിട്ട് കട്ട് ചെയ്യാമല്ലോ, അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ്. ഒരു ചെറിയ സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഡൗൺ ടൗണിൽ കൂടെ നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് പറ്റിയെന്താണെന്ന് പറഞ്ഞാൽ ഈ വരുന്ന വണ്ടി വെള്ളം തെറിപ്പിച്ച് അത് ഞാനും മിന്നും നന്നായിട്ട് നനഞ്ഞ്. കാരണം അവരവിടെ നിന്ന് വരുമ്പോൾ അവരും ശ്രദ്ധിക്കില്ല അവിടെ വെള്ളം ഉണ്ടെന്ന്. ഞങ്ങൾ നന്നായിട്ട് കോർണർ ചെയ്താണ് നടന്നത്, അതുകൊണ്ട് നന്നായിട്ട് നനഞ്ഞു. നല്ല രസമായിരുന്നു. ഡൗൺ ടൗണിൽ കൂടെ നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ 2-3 റെസ്റ്റോറൻറ്റിൽ നോക്കി, നല്ല തിരക്കായിരുന്നു. അവസാനം ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ കുറച്ച് നാച്ചോസും അതുപോലെ തന്നെ ഫ്രൈസും ചിക്കൻ ടെൻഡേഴ്സും ഒരു ബർഗറും വാങ്ങിച്ചു. നാച്ചോസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ചിപ്സ് പോലത്തെ ഇതിൽ ചീസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മീറ്റൊക്കെ ഇട്ട്, ഗ്രൗണ്ട് മീറ്റ്, ബീഫായിരിക്കും മിക്കവാറും ഇടുക, അതൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ ഹാൽപ്പീനിയോ പെപ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ അതില്ലാതെയും ചീസ് മാത്രം ഇട്ടിട്ടും കിട്ടാറുണ്ട്. ഇത് ഹാലപ്പീനിയോ പെപ്പറൊക്കെ ഇട്ടിട്ടാണ്. പിന്നെ ചിക്കൻ ടെൻഡേഴ്സും ഫ്രൈസും ബർഗറും അതൊക്കെ നമ്മൾ വന്നിറങ്ങിയ ട്രാം വന്നിറങ്ങിയ അവിടെ ഇരിക്കാൻ സൗകര്യമുണ്ട്, അവിടെ ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു പോകാനായിട്ട് ട്രാമിന് വെയിറ്റ് ചെയ്യാണ്. കിച്ചണൊക്കെ ഉണ്ട്, ഹൗസ് ഒന്നുമില്ല ഇവിടെ, എല്ലാം ക്യാബിനുള്ളൂ. So I suggest hanging on. Hold tight. ഇത്തരം ബമ്പിയല്ല, ബമ്പി. And then a bit of homework. If y'all are parked at the bottom of the mountain, just know that the last train that goes down tonight will be at 8:50 p.m. You missed that one sometime in the morning. Will be the next one. തലേ ദിവസം വന്നിട്ട് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വന്നപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു തലവേദനയായിരുന്നു. ഒരു ഗുളികയൊക്കെ കഴിച്ചത് മാറി. പിന്നെ നമ്മളിവിടെ നിന്ന് കാർഡ്സ് കളിച്ചു,
പിള്ളേരൊക്കെ ഭയങ്കര ഗെയിമൊക്കെ കളിച്ച് ലേറ്റായിട്ടാണ് കിടന്നത്. രാവിലെ എന്നിട്ട് നോർമൽ ടോസ്റ്റ്, അതുപോലെ ജ്യൂസ്, പിന്നെ സണ്ണി സൈഡ് അപ്പ്, അതുപോലെ പിന്നെ ബിസ്ക്കറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പിള്ളേർക്ക് ഉണ്ടായിരുന്നത്. അതൊക്കെയാണ് കഴിച്ചത്. അപ്പോഴേക്കും സ്നോ പെയ്യാൻ തുടങ്ങി. സ്നോ നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. ഇത് എക്സ്പെക്റ്റഡ് സ്നോ ആണ്. ഇന്നൊരു സ്നോ ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഔട്ട്ഡോർ ആക്ടിവിറ്റി ഒന്നും എടുത്തിട്ടില്ല. ഇൻഡോർ ആക്ടിവിറ്റി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു ഫുൾ ഡേ സ്നോ ഉള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റി ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ മാജിക് ക്വസ്റ്റ് പോലത്തെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അതായത് ഇങ്ങനെ പസിലൊക്കെ ചെയ്ത് നമുക്കൊരു വോണ്ട് കിട്ടും. നമ്മളതിൽ മാജിക് ക്വസ്റ്റ് കണ്ടുപിടിക്കണം ഓരോരോ ആക്ടിവിറ്റി ചെയ്ത്. അപ്പോൾ അതിലൊക്കെയാണ് പോകുന്നത്. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് മാജിക് ക്വസ്റ്റ് ചെയ്തു. ഇങ്ങനെ വോണ്ടൊക്കെ പിടിച്ച് ഓരോന്ന് കണ്ടുപിടിച്ച് ചെയ്യുക, അതെല്ലാവരും ചെയ്തിരുന്നു. അതിനുശേഷം പിള്ളേർ ആർക്കേഡിലേക്ക് കയറി കുറച്ച് ഗെയിംസൊക്കെ കളിച്ചു. അതിന് നമ്മൾ കാർഡിൽ പേ ചെയ്യണം. നമ്മൾ സാധാരണ ചെയ്യുന്ന ആർക്കേഡ് പോലെ തന്നെയാണ്. അതുപോലെ ഇത് ഒരു മിറർ മേസാണ്. ഇതിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിലൂടെ കയറും. നമ്മൾ എൻഡ് ഡോർ കണ്ടുപിടിച്ച് പുറത്തേക്ക് ഇറങ്ങണം. ഇത് നല്ല രസമായിരുന്നു. കാരണം ഭയങ്കര പാടായിരുന്നു ഇതിൻ്റെ എൻഡ് കണ്ടുപിടിക്കാൻ. എല്ലാം ഒരുപോലെ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ പിന്നെ എല്ലാവരും ഗ്രൂപ്പായിട്ടാണ് പോയിരുന്നത്. ആദ്യം ഞങ്ങൾ പേരൻസ് എല്ലാവരും കൂടെ പുറത്തെത്തി ഡോറിൻ്റെ കണ്ടുപിടിച്ചു. അപ്പോഴേക്കും കുട്ടികളെ കാണുന്നില്ല. പിന്നെ അവരെ വന്ന് തപ്പിപ്പിടിച്ചിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് പോവുകയാണ് ചെയ്തത്. പിന്നെ ഇവിടെ തന്നെ ഇൻഡോർ ഗോൾഫ് ഉണ്ടായിരുന്നു. അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അവരൊരു 1 to 13 വരെ എങ്ങാണ്ട് ലെവൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകണം. അതും നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് നന്നായിട്ട് സ്നോയും ആയി. അതുപോലെ ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് വിശക്കാനും തുടങ്ങി. Titanic. The camera. Upside down building. I should look the upside down building. അവിടെ ആ വൈറ്റ് വണ്ണില്ലേ, Oh yeah. അതാണ് നമ്മൾ പോയത്. അപ്സൈഡ് ഡൗൺ. You don't remember City was this? Oh, the upside down building. പിന്നെ അപ്സൈഡ് ഡൗൺ അല്ലേ അത്. Helicopter tours.
Hello. Yeah, mini. അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. നമ്മൾ ചിപ്പോട്ട്ലെ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ റൈസ് ഉണ്ട്, അതുപോലെ ബീന്, അതുപോലെ ചിക്കൻ, മീറ്റ്, ഇതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അവരുടെ ഒരു തരം സോസ്, ലെറ്റ്യൂസ്, സാലഡ് പോലെയുള്ളത് അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ നമുക്കൊരു ബോളായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ബുറിറ്റോ പോലെ റാപ്പ് ചെയ്ത് ടോട്ടിയുടെ ഉള്ളിൽ റാപ്പ് ചെയ്ത് തരും. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഇറങ്ങി. ഇനിയുള്ള യാത്രയാണ് എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയിട്ടുള്ളത്. എന്താണെന്ന് പറഞ്ഞാൽ ഈ സിറ്റി ഭയങ്കര ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് ഈ സ്നോ പെയ്ത് കഴിഞ്ഞതിന് ശേഷം. കാരണം ഇത് ഒരു ടൂറിസ്റ്റിനെ വെൽക്കം ചെയ്ത രീതിയിലാണ് ഈ സിറ്റി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും ക്യാബിൻസും ഹോട്ടൽസുമാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് ചില ക്യാബിൻസൊക്കെ ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളിലാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ക്യാബിനിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ആ ക്യാബിനിലേക്ക് പോകുന്ന വഴി മുഴുവൻ നന്നായിട്ട് മരങ്ങളും അതുപോലെ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ സ്നോ ആയതുകൊണ്ട് തന്നെ ഇതൊരു വിൻ്റർ സീസൺ ആയതുകൊണ്ട് അതിൽ ഇലകളൊന്നുമില്ല, കൂടുതൽ ചില്ലകളും ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലെല്ലാം ഈ സ്നോ ഇങ്ങനെ പെയ്ത് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇതുപോലെയുള്ള കുറച്ച് ട്രീസിൽ മാത്രമേ ഇലകൾ പോലെയുള്ളൂ, അതായത് ആ ക്രിസ്മസ് ട്രീ പോലെ തോന്നുന്ന ട്രീ ആണല്ലോ. അപ്പോൾ അത് ഇങ്ങനെ മൂടി കിടക്കുന്ന കാണുമ്പോൾ ശരിക്കും നമ്മൾ വീഡിയോകളിലും കാർട്ടൂണുകളിലൊക്കെ കാണുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിന് മുമ്പ് താമസിച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇതൊക്കെ എല്ലാ സീസണിലും വിൻ്റർ സീസൺ കംപ്ലീറ്റ് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് മാറിയതിന് ശേഷം നമുക്ക് വിൻ്റർ ഫുള്ളായിട്ട് സ്നോ ഒന്നും കിട്ടാറില്ല. 1-2 ദിവസങ്ങളിലൊക്കെ നമുക്ക് ആ സ്നോയുടെ ഇത് കിട്ടാറുള്ളൂ. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് സ്നോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ, ഈ ഗാറ്റ്ലിൻബർഗിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ സ്നോ പെയ്യണേ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നൊരു ദിവസം അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഇത്രയും മനോഹരമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിൻ്റെ ഭയങ്കര ഹാപ്പിനെസ് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഇതിലെ മിക്ക വീഡിയോസും എടുത്താണ് പോയത്, ഒന്നും മിസ് ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ബാക്കിയെല്ലാം തന്നെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, പോകുന്ന വഴിയൊക്കെ. കാരണം അത്ര മനോഹരമായിട്ടുണ്ട്. ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം നമുക്ക് നന്നായിട്ട് തോന്നും. നന്നായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നവർക്കൊക്കെ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണിത്. അപ്പോൾ അതുപോലെ ചെറിയ വീടും അതുപോലെ അതിൻ്റെ സൈഡിൽ മരവും സ്നോയൊക്കെ പെയ്ത് കിടക്കുന്ന കാണാനും ഒരു ഭംഗിയാണ്. അപ്പോൾ ഈ യാത്ര കണ്ട് എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ച് ക്യാബിനിലേക്ക് പോകുന്നത്.
Happy birthday, dear Ashu. Happy birthday to you. Are you one? Are you two? Are you three? Are you four? Are you five? Are you six? Are you seven? Are you 7? Hey, you are 7. Blow ചെയ്യുന്നുണ്ടോ? ബ്ലോ ചെയ്. എല്ലാരും കൂടെ ബ്ലോ ചെയ്. റെഡി? ആ അത് വെച്ചിട്ട് എല്ലാരും കൂടെ ബ്ലോ ചെയ്. 1 2 3. അയ്യോ വൃത്തിയുള്ള കട്ടൊക്കെ അയ്യോ വളരെ വൃത്തിയുള്ള കട്ട. ഇനി ആരെങ്കിലും എടുത്ത് ആർക്കൊക്കെ കൊടുക്കും. ആ വേറെ ചേച്ചി എടുത്തരും. ടിഷ്യൂ ആണായിരുന്നോ? കണ്ണിന് കിട്ടിയില്ലടി, കണ്ണിന് കിട്ടിയില്ല. കണ്ണിന് വേദയ്ക്ക് കൊടുക്ക്. വേദയ്ക്ക് കിട്ടില്ല. അത് കൊടുത്തു, അത് കഴിച്ചു. ഇനി കഴിക്കും. ഇത് അങ്ങനെയല്ല, എടുക്ക്. അശ്വ എടുത്ത് കൊടുക്ക എല്ലാവർക്കും. അശ്വിന്റെ ബർത്ത്ഡേ അല്ലേ, എല്ലാവർക്കും എടുത്തു കൊടുക്ക. ഇനി വേദ ചേച്ചി കൊടുക്ക്. ഇനി കണ്ണന് കൊടുക്ക്. എടുത്തോ? അത് നല്ല ടേസ്റ്റ് ആണോടാ? നല്ല കേക്കാണോ? ആണോ? നന്നായി. Abracadabra. Okay, I'm not grab it. Abracadabra. Change it to a monkey. I can pause it. I should change into a frog. Wait, grab it. നിന്റെ ഇത് വീണ് പോട്ടോ ഫ്രഞ്ച് ഫ്രൈസ്. വേഗം മതി.
അപ്പോൾ ഇന്ന് മൺഡേ മോർണിംഗ് ആണ്, ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി കഴിഞ്ഞു. 10 മണിയാകുമ്പോൾ നമുക്ക് ക്യാബിൻ വെക്കേറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇന്ന് ഇവിടെ പല സ്ഥലങ്ങളിലും റോഡൊക്കെ ക്ലോസ്ഡ് ആണ്, കാരണം സ്നോ ആയതുകൊണ്ട്. സ്നോ അത് മെൽറ്റായി തുടങ്ങുമ്പോഴേക്കും നല്ല സ്ലിപ്പറി ആയിരിക്കും, അതുകൊണ്ട് തന്നെ റോഡ്സൊക്കെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ ക്യാബിനോട് ബായ് പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ക്യാബിനിൽ. കൂടെ ഒരു ഫാമിലിയും കൂടെ ഉണ്ടാകുന്നത് എപ്പോഴും നന്നായിരിക്കും നമുക്ക് ഒരു കമ്പനിക്ക്. പിന്നെ പോകുന്ന വഴിയും ഇതുപോലെ തന്നെയാണ്. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് അടുക്കും തോറും സ്നോയൊക്കെ കുറഞ്ഞ് പ്ലെയിൻ റോഡ് പോലെ തന്നെ തോന്നും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.